നമസ്കാരം. 140 ന്യൂസിലേക്ക് സ്വാഗതം. അനർഹരായ മുഴുവൻ ആളുകളെയും സാമൂഹിക പെൻഷനിൽ നിന്ന് മാറ്റാൻ സർക്കാർ ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നു. മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയായ ശേഷം കർശന പരിശോധന നടത്തി അനർഹരായ മുഴുവൻ ആളുകളെയും പട്ടികയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാനാണ് നീക്കം. നിലവിൽ സംസ്ഥാനത്ത് ആകെ 66.22 ലക്ഷം ഗുണഭോക്താക്കളാണുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.87 ലക്ഷം പേരും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന 14.35 ലക്ഷം പേരും ഇതിൽ ഉൾപ്പെടുന്നു. UDF സർക്കാർ പ്രഖ്യാപിച്ച 3000 രൂപ വീതം പെൻഷൻ നൽകണമെങ്കിൽ നിലവിൽ മാസം തോറും 1986 കോടി രൂപ ആവശ്യമാണ്. നിലവിലെ പെൻഷൻ തുക 2000 രൂപയാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കുറച്ചുകൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് അനർഹരെ ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. സാധാരണയായി എല്ലാ വർഷവും മസ്റ്ററിംഗ് കഴിയുമ്പോൾ മരിച്ചവരുടെ പേരുകൾ ഒഴിവാക്കപ്പെടാറുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ പുതിയ അപേക്ഷകൾ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകളിലൂടെ കടന്നു വരാറുണ്ട്. ഇനി മുതൽ പുതിയ അപേക്ഷകൾ അംഗീകരിക്കും മുൻപ് പരിശോധന കടുപ്പിക്കാനാണ് തീരുമാനം. നിലവിൽ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, 1000 CCക്ക് മുകളിൽ വാഹനമുള്ളവർ, മറ്റു പെൻഷൻ വാങ്ങുന്നവർ എന്നിവർക്ക് ക്ഷേമ പെൻഷൻ അർഹതയില്ല. എന്നാൽ കൃത്രിമമായി വരുമാന പരിധി കുറച്ചു കാണിച്ചും വിദേശത്തുള്ളവരുടെ വിവരങ്ങൾ മറച്ചുവെച്ചും നിരവധി ആളുകൾ അനർഹമായി പെൻഷൻ തട്ടിയെടുക്കുന്നുണ്ട്. അതേസമയം അർഹരായ യഥാർത്ഥ ഗുണഭോക്താക്കൾ പുറത്തു പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ മാനദണ്ഡങ്ങളിൽ ആവശ്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരും. അതിനിടെ മസ്റ്ററിംഗിന്റെ ആദ്യ ദിനത്തിൽ സംസ്ഥാന ഡേറ്റാ സെന്ററിലുണ്ടായ സാങ്കേതിക തകരാർ കാരണം ജീവൻ രേഖ പോർട്ടൽ മണിക്കൂറുകളോളം പ്രവർത്തനം മുടങ്ങിയത് ജനങ്ങളെ വലച്ചു. സാങ്കേതിക പ്രശ്നം മൂലം അക്ഷയ കേന്ദ്രങ്ങളിലെ ലോഗിനുകളുടെ എണ്ണം 2ആയി നിജപ്പെടുത്തിയെങ്കിലും തടസ്സം മാറിയിട്ടില്ല. മസ്റ്ററിംഗിന് പുറമേയുള്ള മറ്റ് സേവനങ്ങളും ഇതോടെ തടസ്സപ്പെട്ടു. എന്നിരുന്നാലും സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സമയമുള്ളതിനാൽ പൊതുജനങ്ങൾ നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂട്ടേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു.